പ്രശ്നം ഈ ക്യാബിനറ്റിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരാൾക്കുമില്ല. എല്ലാവർക്കും ഉറച്ച നിലപാടാണുള്ളത്. ഈ കേസ് പിണറായി വിജയനും രണ്ടാണ് എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത്. ഇത് വേണു, ഇത് വളരെ പ്ലാൻഡ് ആണ്. ഞാൻ 2-3 സെക്കൻഡ് എടുത്തോട്ടെ. ഒരു കാര്യം, ഈ പെൺകുട്ടിയോട് ഒരു കേസിൻ്റെ ഗോൾഡൻ അവർ എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന അവസരത്തിൽ സംസാരിച്ച ആളാണ് ഞാൻ. ഒരു ദുഃഖക്കടൽ പോലിരിക്കുന്ന എൻ്റെ സഹോദരിയോ മകളോ എന്ന മട്ടിൽ അവരോട് ഞാൻ സംസാരിച്ചതാണ്. ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അവിടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 30 ലക്ഷം രൂപയ്ക്ക് ഈ കാര്യം കൊട്ടേഷൻ തന്നിരിക്കുകയാണ്. ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു, തേങ്ങിക്കരഞ്ഞു, താണു വീണപേക്ഷിച്ചു. ഞാൻ 40 ലക്ഷം രൂപ തരാം, നിങ്ങൾ എന്നെ വെറുതെ വിടൂ. അപ്പം 30 ലക്ഷത്തിന് കൊട്ടേഷൻ ആണെങ്കിൽ 40 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയെ വിട്ടില്ല. അപ്പോൾ ആരാ ഇതിൻ്റെ പിന്നിൽ? പണത്തിൻ്റെ താല്പര്യം കൊണ്ടാണെന്നാണല്ലോ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഡ്രൈവർ, മുൻ ഡ്രൈവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 40 ലക്ഷം കൊടുത്തിട്ടും സ്വീകരിക്കാത്ത ഈ പൾസർ സുനിയുടെ ആവശ്യം പണം മാത്രമല്ല, ആരുടെയോ പ്രേരണയാണ്. അവിടെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഞങ്ങളോട് ഇടഞ്ഞാൽ, ഞങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് എറണാകുളത്തെ DD ഫ്ലാറ്റിൽ കൊണ്ടുപോയി അവിടെ 15 സെന്റിനും കൊള്ളാവുന്ന ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞതായി പോലീസിനോട് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാനിന്ന് സന്ദർഭവശാൽ ഇന്നസെൻറ്റിന് MP പറ്റി പറഞ്ഞു. അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് മാത്രമല്ല, ചാലക്കുടി MP ആണ് എന്ന് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്ക്, അമ്മ മകളോടൊപ്പമോ പൾസർമാരായ മകനോടൊപ്പമോ എന്ന് ചോദിച്ചു. പിണറായി വിജയൻ എൻ്റെ അടിയന്തര പ്രമേയത്തിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ വാക്കിനെയാണ്. എന്തിനാണ് അദ്ദേഹത്തെ ധാർമ്മിക രോഷം കൊള്ളുന്നത്? പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും മന്ത്രിസഭാംഗങ്ങളോ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞോ? അപ്പോൾ അദ്ദേഹം ഇത്രയും ധാർമ്മിക രോഷം കൊള്ളുന്നത് എന്തിനാണ്? അപ്പോൾ ഇതൊരു തിരക്കഥയാണ്. മുഖ്യമന്ത്രി ബോധപൂർവം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മാത്രമല്ല, വേണം ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ അടുത്തിരിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ നമ്മുടെ പ്രിയപ്പെട്ട നളിനി നെറ്റോയാണ്. ആരാണ് നളിനി നെറ്റോ? ഒരു മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും ദുഃഖകരമായ അനുഭവം ഉണ്ടായിട്ട് വളരെ ഗൗരവതരമായി നമ്മുടെ പൊതുസമൂഹത്തോട് പരസ്യമായി പറഞ്ഞ് അതിനെ ധിക്കാരപൂർവം നേരിട്ട ഒരു വനിതയാണ്. ആ വനിത ഇത്രയും അടുത്ത് ഒരു ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ഇതുപോലെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസിൽ ആരെങ്കിലും ഇടപെടുന്നെങ്കിൽ നളിനി നെറ്റോ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധിച്ച് പുറത്തു വരേണ്ടതാണ്. ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഇടപെടൽ ഞാൻ കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി പറയുന്നു, ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഇരകൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട സമയമാണ്. അച്യുതാനന്ദൻ്റെ വാക്ക് കടമെടുത്താൽ അരിയാകാരം കഴിക്കുന്ന മുഴുവൻ മലയാളിയും ഈ കാര്യത്തിൽ പിണറായി വിജയൻ എന്തോ ഒളിച്ചു വയ്ക്കുന്നു, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയാത്തടത്തോളം. ശരി, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അതിന് മറുപടി പറയട്ടെ. അതിന് തൊട്ട് മുമ്പായി അങ്ങ് നിയമം പഠിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണല്ലോ ശ്രീ JR പത്മകുമാർ. മിനിസ്റ്റർ, ഞാൻ വരാം. അതിനു മുമ്പായി വരുന്നു മിനിസ്റ്റർ, ഒരു കാര്യം കൂടി. ഈ ചർച്ചയ്ക്ക് PT നോട്ടീസിന് ഞാൻ വരുന്നു മിനിസ്റ്റർ. പിണറായി മറുപടി പറയുമ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ആ കേസിൽ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണോ അവരെ എല്ലാം പിടികൂടുമെന്ന് തന്നെയല്ലേ ആദ്യം മുതൽ പറയുന്നത്? അതല്ലേ നടന്നത്? ഈ വാചകങ്ങൾ പ്രധാനമാണെന്ന് വെച്ചാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നുവെന്ന് വീണ്ടും ഇന്ന് പറഞ്ഞിരിക്കുകയാണ് പിണറായി. ഞാൻ അങ്ങയുടെ നിയമപരിജ്ഞാനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദ്യം സംസാരിച്ചതിൻ്റെ കാരണം ഇതാണ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു കുറ്റം ചെയ്ത ആളിന് തുല്യമായി തന്നെ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഗൂഢാലോചന കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തിക്കും. ആണല്ലോ? 1. 2, ഇനിയിപ്പോൾ കോടതിയിൽ പോലീസ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇത്രയുമാണ് പ്രതികൾ, ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് തന്നെ പറഞ്ഞു വന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷവും കോടതി
ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതികളെ കണ്ടെത്തിയ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോ വലിയ സാധ്യതകളാണ് ഇതിന്റെ മുന്നിലുള്ളത്. ആ സാധ്യതകളെ ഒന്നടങ്കം അടച്ചു വെക്കുകയാണ് കോഴിക്കോട് ഒരു കീറക്കടലാസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നിയമസഭയിലെ എതിർ ശബ്ദത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്. ഇത് ശരിയോ? അല്ല, അത് മാത്രമല്ലല്ലോ. നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞത് ബോധപൂർവമാണ്. ആരെയോ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിയമസഭ ക്യാബിനറ്റ് മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടി അതേ മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങളത് ചോദിക്കും, എന്തേ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഈ സ്ത്രീകൾക്കെതിരായിട്ടൊരു സംഭവം വളരെ ഹീനമായ, കേരളത്തിൽ ഇത്തരത്തിലൊരു ഹീനമായ ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പാവപ്പെട്ട ആളായിക്കോട്ടെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയതിന് പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെ ജനറലി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? പാർട്ടി കേരളം ഭരിക്കുന്ന ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയാണ്. അപ്പൊ ഇത് ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അവസാനിപ്പിക്കുന്നതിന് മറുപടി. അല്ല, എനിക്ക് ബഹുമാനിയായ PT-യോടും ശ്രീ പത്മകുമാറിനോടും വേണുവിനോടും പറയാനുള്ളത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ആത്മരോഷം കൊള്ളുന്നത്? ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് നിങ്ങൾ പറയുക, അതിൻ്റെ പേരിൽ ആത്മരോഷം കൊള്ളുക, അതിൻ്റെ പേരിൽ വഴിതെറ്റിക്കുക കേസിനെ. ഇവിടെ ഒരു സംശയത്തിനും ഇടയില്ല. ഇവിടെ നളിനി നെറ്റോ പുറത്തു വരട്ടെ എന്ന് നിന്ന് PT തോമസ്, ശ്രീമത് നളിനി നെറ്റോയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് PT-ക്ക് എന്തായാലും തർക്കമില്ലല്ലോ. ഈ കേസിൽ ഏതെങ്കിലും വഴിതെറ്റിയാൽ ഇത് പുറത്തു വരാതിരിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരു കാരണവശാലും ഈ കേസ് വഴിതെറ്റാൻ ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നം. ഇല്ലാത്തൊരു കാര്യം പറയുക, അതിന്റെ പേരിൽ ആത്മരോഷം കൊള്ളുക, സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ഒരു ചിത്രം സൃഷ്ടിക്കാൻ എന്തിനാണ് ഒരു ശ്രമം നടന്നത്? ആരെല്ലാം ആത്മരോഷം പ്രകടിപ്പിച്ചാലും ഈ കേസിന്റെ ഗവൺമെന്റ് സതുദ്ദേശത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, കഴിയില്ല. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഒരു സംശയത്തിനും ഇടവേണ്ട. സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ഒരു ചിത്രം സൃഷ്ടിക്കാൻ എന്തിനാണ് ഒരു ശ്രമം നടന്നത്? മുഖ്യമന്ത്രി പറയുകയാണ്. ആരെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്? ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇന്നലേക്ക് മുമ്പ് ചോദിച്ചപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ആളെ പിടികൂടിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ പറയുവാൻ പറ്റുക ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന്. അപ്പോഴും പറയാൻ കഴിയില്ല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, പിന്നെയും ഉണ്ട് അന്വേഷണം. പിണറായിക്ക് പ്രതിയെ പിടികൂടിക്കഴിഞ്ഞാൽ അന്തിമമായ വിധി പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിന്റെ സ്വന്തമായൊരു കോടതിയല്ല കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. അങ്ങൊരു വനിതാ മന്ത്രിയാണല്ലോ. PT പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ അങ്ങ് ഈ വാചകത്തോടൊപ്പം നിൽക്കുമോ? മനസ്സിലാക്കിയിടത്തോളം, ദീപിക പത്രമല്ല കേട്ടോ, ദീപിക പത്രമല്ല, മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. ആ പ്രയോഗത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ മേഴ്സിക്കുട്ടിയമ്മ? പ്രതിയുടെ ഭാവനയാണിത്. ആ ഭാവന പ്രയോഗത്തെ അങ്ങ് പിന്തുണയ്ക്കുന്നുണ്ടോ? എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ ഈ കേസ് ശരിയായി അന്വേഷിക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം ദുർവ്യാഖ്യാനം നിങ്ങൾ നടത്താൻ ഒരു മുഖ്യമന്ത്രിയോട് ഒരു മന്ത്രിക്കുള്ള ഉറപ്പല്ല ഈ രാത്രിയിൽ ഞങ്ങൾ തേടുന്നത് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ. പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പക്വമായ മറുപടി പറയാതിരിക്കുന്ന പിണറായിയുടെ പരാധീനത എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ പോലീസ് പോയി എന്ന് പറഞ്ഞതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത വ്യാഖ്യാനം പത്രങ്ങൾ എഴുതേണ്ടതില്ല എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ കേസിൽ വേറെ ഒരു കൂടാലോചന ഇല്ലെന്നോ വേറെ ആരുമില്ലെന്നോ അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. ഒരു പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തു എന്നെവിടെയെങ്കിലും ഒരു വാർത്ത വന്നാൽ എന്തേ പിണറായി വിജയൻ ഇത്ര പൊള്ളാൻ? എന്തേ പിണറായി വിജയൻ ഇതിലൊരു നിരപരാധിത്വത്തിന്റെ സാക്ഷിമൊഴിയുമായി രംഗത്ത് വരാൻ? ഒരു പൊള്ളലുമില്ല. ഞാൻ നേരെ തിരിച്ചൊരു കാര്യം ചോദിച്ചു. ശരി, പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. ഒരു നിമിഷം, പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്ന സത്യം വിളിച്ചു പറയാൻ പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്ന നീതിബോധമുണ്ടല്ലോ. ആ നീതിബോധത്തിന്റെ ഇപ്പുറത്തെ തുലാസിൽ ഞാനൊരു വാചകം വെച്ചിട്ടുണ്ട്. ഏതിനാണ് കൂടുതൽ തൂക്കമെന്ന് അങ്ങൊന്ന് പറയാമോ? മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണിത്. ഏതിനാണ് തൂക്കം കൂടുതൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ?
ഇല്ല, നമുക്ക് അങ്ങനെ പറയാറായിട്ടില്ലല്ലോ. അത് കേസിന്റെ അന്വേഷണം നടക്കുകയല്ലേ. അന്വേഷണം നടന്നിട്ട് അതാണോ എന്റെ ചോദ്യം? കാര്യത്തെ കുറിച്ച് നമ്മൾ എന്തിനാ ഒരു മുൻവിധി വെക്കുന്നത്? അതാണോ എന്റെ ചോദ്യം?